ഹായ്, എല്ലാവർക്കും PSC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസ്, അതേപോലെ കമ്പനി ബോർഡ്, LGS, അങ്ങനെ LGS ലെവൽ എക്സാമുകൾക്കൊക്കെ നമ്മൾ നോക്കിയിരിക്കേണ്ട ഓൾഡ് SCERT നിന്നുള്ള ചാപ്റ്റേഴ്സാണ്. അതായത് നമ്മുടെ പഴയ SCERT ബുക്ക് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ മാറുന്നതിന് മുമ്പുള്ളത്, ആ ഒരു ബുക്കിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് 10th പ്രിലിംസ് പോലുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. പുതിയ SCERT ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി, എങ്കിലും നമ്മൾ പഴയ SCERT പൂർണ്ണമായിട്ടും കൈവിടാനും പറ്റില്ല, കാരണം അതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് പഴയ SCERT നിന്ന് നോക്കേണ്ടതെന്നുള്ളത് നോക്കാം. എൻ്റെ കയ്യിൽ ലക്ഷ്യയുടെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞ ആ ഒരു ഗൈഡാണ് കേട്ടോ ഉള്ളത്, SCERT പഴയത് പഠിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിൽ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എഴുതിയെടുത്തിട്ട് റെഫർ ചെയ്യാം. അല്ല, ഗൈഡ് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ, പഴയ SCERTയുടെയൊക്കെ ഗൈഡ് ഉണ്ടെങ്കിൽ അതിൽ അടയാളപ്പെടുത്തി വെക്കാം. അല്ലാത്തൊരു യൂട്യൂബിൽ സെർച്ച് ചെയ്താലും മതിയിട്ട്, ഈ ചാപ്റ്ററിൻ്റെ നെയിം സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് വീഡിയോ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെല്ലാം പഠിക്കാനുള്ള സോഴ്സസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ SCERT പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ളതിൻ്റെ കണ്ടൻറ്റ് തരുന്നത്. അപ്പോൾ അതിലൊക്കെ പോയിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ റെഫർ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്റേഴ്സ് വായിച്ചു നോക്കുക. ആദ്യം നമ്മൾ പുതിയ SCERT കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് പോയാൽ മതി. ഇനി നമുക്ക് 10th പ്രിലിംസിനായിട്ട് 2 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് കവർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് തന്നെ ഇത് നോക്കേണ്ട വരും കേട്ടോ. ഒരു ദിവസം 2-3 ചാപ്റ്ററൊക്കെ വെച്ച് നോക്കേണ്ടി വരും, കാരണം നമുക്ക് പുതിയ SCERT ഉണ്ടല്ലോ പഠിക്കാനായിട്ട്, റിവിഷനൊക്കെ ചെയ്ത് വരണ്ടേ. അതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പുതിയ SCERT ഇതുവരെ നോക്കാത്തവരാണെങ്കിൽ ആദ്യം അത് നോക്കിയിട്ട് ഇത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഹിസ്റ്ററി എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഇല്ലല്ലോ. അപ്പോൾ 10th മെയിൻസിനൊക്കെ ആണെങ്കിൽ ആ വേൾഡ് ഹിസ്റ്ററിത്തെ ചാപ്റ്ററുകളൂടി നോക്കാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ ചരിത്രം നോക്കാം. അപ്പോൾ ആദ്യം കാണുന്ന ഇതൊക്കെ മധ്യകാല ഇന്ത്യയാണ്, അതൊന്നും നമ്മുടെ സിലബസിലില്ല. പിന്നെ കാണിക്കുന്നതാണ് ചാപ്റ്റർ 2, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇത് PSCയുടെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ ഇടുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അതേപോലത്തെ ചാപ്റ്റർ പുതിയ SCERTയിലും ഉണ്ട്, അതുകൊണ്ട് ഇപ്പം അതിന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ചാപ്റ്റർ 3 ആയിട്ടുള്ള ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും. പിന്നെ ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്. പിന്നെ ചാപ്റ്റർ 9 ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഇതൊക്കെ 7ാം ക്ലാസ്സിലെയാണ്, പഴയ SCERT 7ാം ക്ലാസ്സിലെ ബുക്കുകളാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 10ാം ക്ലാസ്സിലും വരുന്നുണ്ട് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടത്, അതുകൂടി നോക്കണം. അപ്പോൾ അതിൽ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷ് ചൂഷണങ്ങളും ചെറുത്തു നിൽപ്പുകളും എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതേപോലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സംസ്കാരവും ദേശീയതയും, 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമരവും സ്വാതന്ത്ര്യവും, 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി കവറാവും. പിന്നെ കേരള ചരിത്രത്തിൽ നിന്ന് നവകേരള സൃഷ്ടിക്കായി ആ ഒരു നവോത്ഥാന നായകന്മാരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ചാപ്റ്റർ 7 ആയിട്ടുള്ള കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ, അത് 9ാം ക്ലാസ്സിലെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞത് 7ാം ക്ലാസ്സിലെയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കേട്ടോ ഏതാ ക്ലാസ് എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഭരണഘടന, പൗരധർമ്മം, ധനതത്വശാസ്ത്രം, അതായത് എക്കണോമിക്സ് നമ്മുടെ 10th പ്രിലിംസിൽ ഉണ്ടോ എന്നുള്ളത് ഡൗട്ടായിരിക്കും. പക്ഷേ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമ്മളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കൂടി കാണിക്കുന്നത്. അപ്പോൾ ഭരണഘടനയിൽ ക്ലാസ് 6ലെയാണ് ഫസ്റ്റ് ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും. പിന്നെ ക്ലാസ് 7ലെ ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന. ക്ലാസ് 8ലെ ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെൻറ്. ക്ലാസ് 9ലെ ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ചാപ്റ്റർ 8 തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. അതേപോലെ തന്നെ പൗരധർമ്മത്തിൻ്റെ ഭാഗത്തിൽ വരുന്നതാണ് ക്ലാസ് 5 ചാപ്റ്റർ 9 ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി. ഇനി ഈ ഭാഗത്തു നിന്നും വരുന്ന 10ാം ക്ലാസ്സിലെ ചാപ്റ്ററുകൾ നോക്കാം. അപ്പോൾ 10ാം ക്ലാസ്സിൽ ചാപ്റ്റർ 3 പൊതുഭരണം, ചാപ്റ്റർ 9 രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും, ചാപ്റ്റർ 10 പൗരബോധം. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്ററും ഈ ഭാഗത്ത് നിന്ന് നോക്കണം 10ാം ക്ലാസ്സിൽ. പിന്നെ ഇനി വരുന്നത് എക്കണോമിക്സിൻ്റെ ഭാഗങ്ങളാണ്. ക്ലാസ് 5 വരുന്നുണ്ട് ചാപ്റ്റർ 4 കരുതലോടെ ചെലവിടാം. ക്ലാസ് 6 വരുന്നുണ്ട് ഉൽപാദന പ്രക്രിയയിലൂടെ. അതേപോലെ ക്ലാസ് 7 വരുന്നുണ്ട് സാമ്പത്തിക സ്രോതസ്സുകൾ. ക്ലാസ് 8 വരുന്നുണ്ട് സമ്പദ് ശാസ്ത്ര ചിന്തകൾ, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും.
അതേപോലെ ക്ലാസ് 10 വരുന്നുണ്ട് പൊതുചെലവും പൊതുവരുമാനവും ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. നിങ്ങളിത് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ സ്പീഡിൽ പോകുന്നുണ്ട്, അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയും ഒരുപാട് ലെങ്ത് ആവും. വീഡിയോ സ്ലോ മോഷനിലാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ടാട്ടോ വേഗം പോകുന്നത്. ഇനി നമുക്ക് ജിയോഗ്രഫി നോക്കാം. അപ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രമല്ലേ നമുക്ക് നോക്കാനുള്ളത്. അത് ക്ലാസ് 5 ചാപ്റ്റർ 11 നമ്മുടെ ഇന്ത്യ, അതേപോലെ ക്ലാസ് 7 ചാപ്റ്റർ 13 ഇന്ത്യയിലൂടെ, അതേപോലെ ക്ലാസ് 10 ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ചാപ്റ്റർ 8 ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. അതേപോലെ ഇനി കേരള ഭൂമിശാസ്ത്രം വരുന്നതാണ് ചാപ്റ്റർ 10 ക്ലാസ് 5 കേരളക്കരയിൽ, ക്ലാസ് 6 ചാപ്റ്റർ 3 കേരളം മണ്ണും മഴയും മനുഷ്യരും. ഇനി നമുക്ക് അടുത്തത് സയൻസ് നോക്കാം കേട്ടോ. സയൻസിൻ്റെ ബുക്ക് കണ്ടിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ബുക്ക് ഓൾഡ് CRTയിൽ. അതാണ് ഇതിൻ്റെ കോലം ഇങ്ങനെയായിരിക്കും കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതും എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. ഈ സയൻസ് പഠിക്കാൻ എനിക്ക് ബേസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബുക്ക് പഠിച്ചപ്പോഴാണ്. അപ്പോൾ സയൻസിൽ ഏകദേശം എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ന്യൂ CRTയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ സയൻസിൽ ഞാൻ ഈ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്, ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കണ്ട കേട്ടോ. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ചാപ്റ്റർ നോക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ നോക്കേണ്ടാത്ത ചാപ്റ്ററാണ് സയൻസിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണുന്നുണ്ടല്ലോ അല്ലേ. ചാപ്റ്റർ 6 ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ, അങ്ങനെ ക്ലാസ് 10 അതേപോലെ ഫിസിക്സിലും വരുന്നുണ്ട് കുറച്ച് ചാപ്റ്ററുകൾ. അപ്പം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററുകളൊക്കെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. അതായത് ഇത് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ പ്രിലിംസിനൊന്നും ഇതൊന്നും അങ്ങനെ ഒരുപാട് ചോദിക്കാറില്ല കേട്ടോ. ഈ ഒരു 3 ചാപ്റ്ററും ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഈ ചാപ്റ്ററുകളൊക്കെ നമ്മൾ ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. ബാക്കി സയൻസ് എല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എപ്പോഴും പുതിയ CRTയിലെ സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് പോയാൽ മതി കേട്ടോ. കാരണം പുതിയ CRTയിൽ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ഇതിലുള്ള കാര്യങ്ങളും അതിലുണ്ട്, അതേപോലെ പുതിയ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ CRT പഠിച്ചു കഴിഞ്ഞ ശേഷം ഈ പഴയ CRTയിലേക്ക് വന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ പഴയ CRTയിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ, സയൻസ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾക്ക് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് പഠിച്ചു പോവും. പിന്നെ പുതിയ CRTയിലത്തെ കാര്യങ്ങളാണ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യം അത് പഠിക്കുക, പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയും ചാപ്റ്ററുകളാണ് സയൻസിൽ നോക്കേണ്ടാത്തത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഓൾഡ് CRTയിലത്തെ ചാപ്റ്റേഴ്സ്. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ആദ്യം പുതിയ CRT പഠിക്കുക, പിന്നെ പഴയ CRT നോക്കിയാൽ മതി. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.